സെപ്റ്റി ടാങ്കിൽ നിന്ന് അത്തറിന്റെ മണം പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെയാണ് സംഘപരിവാറുകാരിൽ നിന്ന് മതേതരത്വം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി ഗോപാലകൃഷ്ണൻ, ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ബി ഗോപാലകൃഷ്ണന്റേതായ ഒരു പ്രസ്താവന കണ്ടു. അയാളാണ് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. മൂപ്പരുടെ ആ പ്രസ്താവന ഒന്ന് കേട്ടിട്ട് വരാം. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? ഗുരുവായൂരിൽ ഇടതും വലതും മത്സരിപ്പിക്കുന്നത് ഹിന്ദുക്കളെയല്ല. അതാണ് മൂപ്പരുടെ വിഷമം. മൂപ്പരുടെ ധാരണ ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയുള്ള ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിന്ദു മതി അവിടെ എന്നുള്ളതാണ്. പൊന്നു ഗോപാലകൃഷ്ണ, ഗുരുവായൂർ ഒരു മണ്ഡലത്തിന്റെ പേരാണ്. ആ മണ്ഡലത്തിന്റെ അകത്താണ് ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങൾ, ക്ഷേത്രങ്ങൾ പരിപാലിക്കുക, അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. അത് നടത്തുന്നില്ലേ? നമുക്കതൊന്ന് പരിശോധിക്കും. നിരവധിയായ കാര്യങ്ങൾ. ഞാൻ ഒരു വാർത്ത മാത്രം, മനോരമയിൽ വന്ന ഒരു വാർത്ത മാത്രം ഒന്ന് വായിക്കാം. ഗുരുവായൂർ വികസന പദ്ധതികൾ സ്ഥലം ഏറ്റെടുക്കൽ വേഗത്തിൽ. ഇത് 2014 ഓഗസ്റ്റ് 12 വന്ന വാർത്തയാണ്. സ്ഥല ഉടമകളുടെയും ബന്ധപ്പെട്ടവരുടെയും യോഗം ഉടൻ. ഗുരുവായൂർ ക്ഷേത്ര സൗകര്യങ്ങളുടെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ചുറ്റളവിൽ 6.915 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു. 4-1 നോട്ടിഫിക്കേഷൻ നടപടികളുടെ ഭാഗമായി കോട്ടയം ആസ്ഥാനമായുള്ള സന്നദ്ധ സംഘടന കേരള വോളണ്ടറി ഹെൽത്ത് സർവീസ് സാമൂഹിക ആഘാത പഠനം തുടങ്ങി. ഇതിനകം സ്ഥലം ഉടമകളെ കണ്ട് വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. വൻ തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നതിനാൽ ഉടമകളേറെയും സ്ഥലം ഏറ്റെടുക്കുന്നതിന് അനുകൂലിക്കുന്നുവെന്നാണ് വിവരം. ഉടൻ സ്ഥല ഉടമകളുടെയും ബന്ധപ്പെട്ടവരുടെയും യോഗം ചേരും. തുടർന്ന് അഭിപ്രായം ക്രോഡീകരിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകും. പ്രാരംഭ ചെലവിന് ഗുരുവായൂർ ദേവസ്വം 50 ലക്ഷം രൂപ റവന്യൂ ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിന് കൈമാറി. ഇതോടൊപ്പം ഒന്നാം ഘട്ടമായി നൽകാൻ 10 കോടി രൂപ നീക്കിവെച്ചു. 200 കോടി രൂപ ചെലവഴിക്കാൻ ദേവസ്വം കമ്മീഷണറുടെ അനുമതിയും തേടിയിട്ടുണ്ട്. ഇതാണ് ആ വാർത്ത. 200 കോടിയുടെ ബൃഹത്തായ പദ്ധതിയാണ് ഈ ഇടതുപക്ഷ സർക്കാർ അവിടെ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ക്ഷേത്ര ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ ഭക്തജനങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. എന്നാൽ മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1930 കാലഘട്ടത്തിന് അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ അവിടെ വളരെ നാമമാത്രമായ ആളുകളെ, ഭക്തരെ വന്നിരുന്നുള്ളൂ. കാരണം എന്താണ്? അവിടെ അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവർണരെ ആരാണ് പ്രവേശിപ്പിക്കാതിരുന്നത്? ഇതേ ഒട്ടകം ഗോപാലന്റെ ടീം, സംഘപരിവാർ, RSSകാർ. അവിടെ ഒരു സത്യാഗ്രഹം നടന്നു. നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32 കാലഘട്ടത്തിൽ കേളപ്പന്റെയും അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭന്റെ ഒക്കെ നേതൃത്വത്തിലാണ് ആ സത്യാഗ്രഹം തുടങ്ങിയത്. ആ സത്യാഗ്രഹം അവരുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹമാണെങ്കിലും അതിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് സഖാവ് AKG ആണ്. അതിൽ പങ്കെടുത്ത മറ്റൊരാളാണ് P. കൃഷ്ണപിള്ള. ഇവരൊക്കെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. എന്തിനായിരുന്നു സമരം? അവർണർക്ക് പ്രവേശനമില്ല. ആരാണ് അവർണർ? അവിടെയാണ് RSSന്റെ യഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കേണ്ടത്. RSS ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം വരേണ്ടിയിരുന്നത് മനുസ്മൃതിയാണെന്ന് വാദിക്കുന്ന ആളുകളാണ്. മനുസ്മൃതിയാണ് ഭരണഘടനയായി വരേണ്ടത്. ആ മനുസ്മൃതിയിൽ വളരെ കൃത്യമായി ജാതി വ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥ നിർണ്ണയിക്കുന്നുണ്ട്. 4 വർണ്ണങ്ങളാണുള്ളത്. 4 വർണ്ണങ്ങൾ മനുഷ്യ രാശിയിൽ 4 വർണ്ണങ്ങളാണുള്ളത് എന്നാണ് അവർ പറയുന്നത്. അതിന് മുൻപ് 2 ജന്മങ്ങൾ. ഇത് പുനർജന്മങ്ങളിൽ ഉള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 4 വർണ്ണങ്ങൾ. മനുഷ്യനായിട്ടല്ല ആദ്യം ജനിക്കുന്നതെന്നാണ് പറയുന്നത്. മനുഷ്യൻ നായായിട്ടാണ് ആദ്യം ജനിക്കുക എന്നും നായക്ക് ദൈവം ചില കർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെന്നും ആ കർമ്മങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് നായ ചത്തുപോയാൽ നരിയായി ജനിക്കുമെന്നും നരിക്കുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നരനായി ജനിക്കുമെന്നും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ശൂദ്രൻ എന്നുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ശൂദ്രന്റെ ചില ജോലികൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ബ്രാഹ്മണനെ സേവിക്കുക എന്നുള്ളതാണ്. ശൂദ്രന്റെ ജോലി അയാൾ കൃത്യമായിട്ട് ആ കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ, ശൂദ്രൻ മരിച്ചുപോയ അടുത്ത ജന്മത്തിൽ അയാൾ വൈശ്യനായി ജനിക്കുമെന്നും വൈശ്യൻ അദ്ദേഹത്തിന്റെ വൈശ്യന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ക്ഷത്രിയനായി ജനിക്കുമെന്നും ക്ഷത്രിയന്റെ ധർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, ക്ഷത്രിയന്റെ പ്രധാന ധർമ്മം ബ്രാഹ്മണനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവനെ സംരക്ഷിക്കുക, അവന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ ക്ഷത്രിയ ധർമ്മം അയാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കുമെന്നും ബ്രാഹ്മണൻ മരിച്ചാൽ മാത്രമേ മോക്ഷം അഥവാ സ്വർഗം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ആ വിശ്വാസം. അപ്പോൾ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഇത് തുടങ്ങുന്നത്, ഈ മനുഷ്യന്റെ ഈ വർണ്ണവ്യവസ്ഥ തുടങ്ങുന്നത് ശൂദ്രരിൽ നിന്നാണ്. എന്നാൽ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാണ്? നമുക്ക് അതൊന്ന് പരിശോധിച്ചു നോക്കാം. ജമനിയോട് പെട്ടെന്ന് ചോദിച്ചു തരാം. കേരളത്തിൽ ജാതി വ്യവസ്ഥയിൽ ശൂദ്രരായി കണക്കാക്കുന്നത് ഏത് വിഭാഗത്തെയാണ്? കേരളത്തിൽ മുൻപ് ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടിരുന്ന പല സമുദായങ്ങളുണ്ട്. നായർ, ഈഴവ തുടങ്ങിയ വലിയ സമുദായങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കാലം മാറിയതിനനുസരിച്ച് ഈ വർഗീകരണങ്ങളും മാറിയിട്ടുണ്ട്.
കൂടുതൽ ഏതെങ്കിലും സമുദായത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായർ, ഈഴവരടക്കമുള്ള ആളുകളാണ് ശൂദ്രർ. വിളക്കത്തല നായർ, ഈ ഈഴവർ പോലും ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ, പിന്നീട് ഇതിങ്ങനെ മാറ്റി കൊണ്ടുവരികയാണ്. ഇവര് ഈ പറയുന്ന ആ വിഭാഗത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പോകുന്നതാണ് ഈ ജാതി ശ്രേണി. അതിന് താഴെയുള്ള വിഭാഗക്കാരെ ആ വർണ്ണർ എന്നാണ് പറഞ്ഞിരുന്നത്. വർണ്ണമില്ലാത്തവർ, അവർക്ക് ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കോ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്കോ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം അവിടെ നടന്നത്, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഇപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട അവർണ വിഭാഗം എന്ന് അന്ന് അധിക്ഷേപിച്ച ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് പലരും കാക്കി കളസവും അതേപോലെ തന്നെ കുറുവടിയുമൊക്കെ ഏന്തിയിട്ട് ശാഖയെ പോകുന്നത്. അവർക്കറിയില്ല എന്തായിരുന്നു അവരുടെ പൂർവികരോടുള്ള RSSന്റെ സംഘപരിവാറിന്റെ സമീപനം എന്നുള്ളത് തിരിച്ചറിയാത്ത ആളുകളാണിത്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ശൂദ്രർ എന്ന് പറയുന്നത് കേരളത്തിൽ നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈഴവരെ കൂടി പരിഗണിച്ചിരുന്നു. നായർ, വിളക്കത്തല നായർ, ചാക്കാള നായർ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരെയാണ് ശൂദ്രരായിട്ട്, അതിന് താഴെയുള്ളവരെ മൊത്തത്തിൽ അവർണരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഏതോ ഒരു ഘട്ടത്തിൽ ഈഴവർ കൂടി അതിനകത്ത് പെട്ടു. അതുകൊണ്ട് അവർ കൂടി അവർണ വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. എന്നാൽ അതിന് താഴെയുള്ള വിഭാഗക്കാരെ ആകെ അവർണരാണ്. അവർക്ക് ക്ഷേത്രത്തിൽ പോലും പ്രവേശിപ്പിക്കാൻ അനുമതി കൊടുക്കാത്ത പ്രസ്ഥാനത്തിന്റെ ആളാണ് B. ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണനാണ് ഹിന്ദു എന്ന പേരിൽ വികാരം കൊള്ളുന്നത്. എന്നാൽ ഇതേ സമയം ഗോപാലകൃഷ്ണന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഡോക്ടർ അരുൺകുമാർ. ഗുരുവായൂരിനെ കുറിച്ച് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഒരു പുരോഗമന കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ഗുരുവായൂരിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവർക്ക് ഒട്ടും ഗുരുവായൂർ സ്വദേശികൾക്ക് തെല്ലുപോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രസ്താവനയാണ് നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറുകാരോട് കേരളത്തിലെ പൊതുജനം ഒരുമിച്ച് നിന്ന്, പുരോഗമന മനസ്സുള്ള പൊതുസമൂഹം, ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്ന് എതിർത്ത ഒരു നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടാവുന്നത്. ഇന്ന് കേരളത്തിന്റെ പുരോഗമനത്തിന്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അന്ന് ആരാണ് സംഘപരിവാർ എന്ത് നിലപാടാണ് എടുത്തത്? ക്ഷേത്രാധികാരികളോടൊപ്പം നിന്നുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തെ എതിർത്ത സംഘപരിവാറുകാർ, അതായത് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അവിടെ പ്രവേശനം നിഷേധിക്കണം എന്ന് പറഞ്ഞത് സംഘപരിവാറാണ് എന്നത് ചരിത്രത്തിലെ വസ്തുത. ആ സംഘപരിവാറിൽപ്പെട്ട ഗോപാലകൃഷ്ണനാണ് ഇന്ന് അവിടെ ഹിന്ദു MLA എന്തുകൊണ്ട് നിർത്തിയില്ല, ഹിന്ദു കാൻഡിഡേറ്റിനെ എന്തുകൊണ്ട് നിർത്തിയില്ല എന്ന ചോദ്യം ചോദിക്കുന്നത്. അത് നിയമപരമായും ധാർമ്മികമായും ശരിയല്ല എന്നുള്ളതാണ്. ഗുരുവായൂരിനൊരു ചരിത്രം ഉണ്ടെന്നേ. എന്താ ഗുരുവായൂരിന്റെ ചരിത്രം? അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മാത്രമല്ല. ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ കഴിഞ്ഞ് കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തീ പിടിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 1970 നവംബർ മാസം 29-ാം തീയതി, അന്ന് ഏകാദശിയാണ്. ഏകാദശി കഴിഞ്ഞ് പോലീസ് വിളക്ക് വരുന്ന സമയം, ആ പോലീസ് വിളക്ക് കഴിഞ്ഞ് നടയടച്ച് രാവിലെ, അതായത് നവംബർ മാസം 30-ാം തീയതി 1970 രാവിലെ ഈ ശ്രീകോവിലിന്റെ തൊട്ടപ്പുറത്ത് ആ വിളക്ക് നിൽക്കുന്നല്ലോ, ആ വിളക്കുമാടത്തിന്റെ തൊട്ടടുത്തായിട്ട് തീ പിടിക്കുന്നു. ആ തീ ഗോപുര കവാടം കടന്ന് ശ്രീകോവിലേക്ക് കൂടി പടരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. പെട്ടെന്നൊരു പരിഭ്രാന്തി രൂപപ്പെടുന്നു. ആരാണ് ആദ്യം പാനിക് ബട്ടൺ അമർത്തുന്നത് അറിയാമോ? തൊട്ടപ്പുറത്തുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് കൂട്ടമണി മുഴങ്ങുകയാണ്. ആ കൂട്ടമണി മുഴങ്ങി ഭക്തരെ മുഴുവൻ വിളിച്ചു വരുത്തുന്നു. തൊട്ടപ്പുറത്തുള്ള ഒരു മുസ്ലിം ദേവാലയത്തിൽ നിന്ന്, മസ്ജിദിൽ നിന്ന് രാത്രി 1:30 ബാങ്ക് വിളി ഉണ്ടാവുന്നു. ആ ബാങ്ക് വിളിയിൽ അവിടെയുള്ള ഭക്തരെ മുഴുവൻ ഉണരുകയും നാനാജാതി മതസ്ഥരായ മനുഷ്യരും ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവിടെ നടന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ മതേതര സമൂഹത്തിന് എന്നും അഭിമാനമുണ്ടാക്കുന്ന നിമിഷമാണ്. ജാതിയോ മതമോ ഒന്നും ചോദിക്കാതെ എല്ലാവരും കൈമെയ് മറന്ന് അവിടെ തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കാണ് ഫയർ എഞ്ചിനുകൾ വരുന്നതും തീ അണയ്ക്കുന്നതും. പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ രീതിയിലേക്ക് പുനർനിർമ്മിക്കുന്നത്. അവിടെ ആ വിഗ്രഹത്തിന് ഒരു കേടുപാടും സംഭവിക്കാതെ തന്ത്രിയുടെ പുരയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നോക്കൂ, അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീ പിടിക്കുമ്പോൾ കൂട്ടമണിയടിക്കാൻ ബാങ്ക് വിളിക്കാനും കഴിയുന്ന ഒരു സമൂഹം കേരളത്തിൽ അവശേഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് കേരള സമൂഹം ചെവി കൊടുക്കാതെ പോകുന്നതും അതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി നമ്മൾ ഉപേക്ഷിക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇപ്പോഴും വേരുപിടിക്കാൻ കഴിയാതെ 15% അവർ കഴിയുന്നതും. ഗുരുവായൂർ ക്ഷേത്രത്തെ നിങ്ങൾ വെറുതെ വിടുക, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു ഹിന്ദു MLAക്ക് മാത്രമേ കഴിയൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 2 കാര്യങ്ങൾ പറയാം. ഗുരുവായൂരിൽ അടക്കമുള്ള തൃശ്ശൂരിലുള്ള MP ഉണ്ടല്ലോ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി ഇതുവരെ ചെയ്ത 5 കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയാൻ കഴിയുമോ? ഗുരുവായൂരിൽ ഒരു അടിപ്പാത ഉണ്ടായിരുന്നു. ആ അടിപ്പാത വരുന്നത്, ആ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് പാറവെച്ച ഒരു നേതാവുണ്ട്, തിരുവെങ്കിടം റെയിൽ അടിപ്പാലം. ഈ റെയിൽ അടിപ്പാലത്തിന് പാറവെച്ച നേതാവ് ഏത് സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഗുരുവായൂരുകാരെ അന്വേഷിച്ചാൽ മതി. തീർന്നില്ല. LDF സർക്കാരിന്റെ കാലത്താണെങ്കിലും, അത് NK അക്ബർ ആണെങ്കിലും ശരി, അബ്ദുൽ ഖാദർ MLA ആണെങ്കിലും ശരി, 2011 മുതൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂ. ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറയാം. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? P. സുനിൽ, അവിടെ ഒരു മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലം ഒരു ദിവസം 36
5-6 തവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഭക്തർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ വന്നു പോകുന്ന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കിഫ്ബിയുടെ കേന്ദ്ര സർക്കാർ എതിർത്ത കിഫ്ബിയുടെ ഫണ്ടിൽ 25 കോടി രൂപ ചെലവഴിച്ച് ഗുരുവായൂരിലെ മേൽപ്പാലം നിർമ്മിച്ച സർക്കാരാണ് LDF സർക്കാർ. അന്നതിന് നേതൃത്വം കൊടുത്ത MLA പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അതിന് തുടർച്ചയുണ്ടാക്കിയ MLA പേര് NK അക്ബർ എന്നാണ്. നോക്കൂ, ഗുരുവായൂരിലേക്ക് അസാധ്യമെന്ന് കരുതിയൊരു മേൽപ്പാലം സാധ്യമാക്കി. തീർന്നില്ല. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പ്രതിദിനം വേണ്ടുന്ന 5 ലിറ്റർ ശുദ്ധജലം വേണം. എവിടുന്ന് കൊടുക്കും? സർക്കാരിന്റെയും ഒപ്പം തന്നെ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷവും ഒക്കെ കൂടി ചേർന്നാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഗുരുവായൂർ കാലാകാലങ്ങളായി ഭരിച്ചു വന്ന സെക്യുലർ ആയിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ കേരളത്തിലെ സെക്യുലർ ഗവൺമെന്റുകളും ഗുരുവായൂർ ക്ഷേത്രത്തിന് കൊടുത്തിരിക്കുന്ന പങ്ക് ചെറുതല്ല. അത് ഏതെങ്കിലും തരത്തിലൊരു മതത്തിന്റെ കള്ളിയിലേക്ക് നിർത്താൻ പാടില്ല എന്നതാണ് എന്റെ പക്ഷം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ, ഗുരുവായൂരിന്റെ ചരിത്രം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ചരിത്രം കൂടിയാണ്. അതൊരു സെക്യുലർ സമൂഹത്തിന്റെ ആരാധനാലയം കൂടിയാണ്. ആ ആരാധനാലയം നിലനിൽക്കേണ്ടതും ആ ആരാധനാലയം അതേ രീതിയിൽ പുരോഗമിക്കപ്പെടേണ്ടതും നമ്മുടെ പൊതു ആവശ്യമാണ്. അതിനെ മതത്തിന്റെ കള്ളിയിൽ ഒതുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത്. നിലവിൽ കേസെടുത്തിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രേക്ഷകരുടെ സമക്ഷം പറയുന്നു. അങ്ങേയറ്റം ഇന്നത്തെ ദിവസം അപലപിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.